ആൻഡമാനിലെ ജറാവ ട്രൈബ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അവരുടെ ഏരിയയിൽ ഫോട്ടോ ആൻഡ് വീഡിയോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് വിവരണം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണിത്. ബാരടാങ് ഫോറസ്റ്റ് ഡിവിഷനിലെ ദ ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡിൽ ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിർദ്ദേശം: ഫോൺ പുറത്തെടുക്കരുത്, അടുത്ത ചെക്ക് പോസ്റ്റ് വരെ വാഹനം വഴിയിൽ നിർത്തരുത്. ഞങ്ങളുടെ യാത്രയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായി ഏകദേശം 5 പേരെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. 3 പേർ പരിപൂർണമായും നഗ്നരായിരുന്നു, 2 പേർ അർദ്ധനഗ്നരും. 4 പേരും വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്നവരാണ്. മരം കൊണ്ട് നിർമ്മിച്ച അമ്പും വില്ലും മുളയെന്ന് തോന്നുന്ന ഒരു വടിയിൽ തൂക്കിയിട്ട പന്നിക്കുട്ടിയുമുണ്ട്. 2015 കണക്കനുസരിച്ച് 500 പേരാണ് ഇവിടെ ജീവിക്കുന്നത്. അതിനുശേഷം കണക്കെടുപ്പ് നടക്കാത്തത് കൊണ്ട് ഇപ്പോഴത്തെ കണക്ക് കൂടാൻ സാധ്യതയുണ്ട്. 15ഓളം പേർക്ക് താമസിക്കാൻ കഴിയുന്ന വലിയ ഹട്ടുകളിലാണ് ഇവരുടെ താമസം. ഇവർ ഏറ്റവും ഭയപ്പെടുന്നത് മരണത്തെയും മരണപ്പെട്ടവരെയുമാണ്. ഒരാൾ മരണപ്പെട്ടാൽ ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വലിയ മരത്തിന്റെ വേരിൽ ഭൗതിക ശരീരം വെച്ച് കെട്ടി അതിനു മുകളിൽ ഇലകൾ വെച്ച് അതിന്റെയും മുകളിൽ മണ്ണ് കൊണ്ട് തേമ്പി അതിന്റെയും മുകളിൽ വലിയ പാറക്കെട്ടുകൾ വെച്ച് അവരവിടെ നിന്നും യാത്ര തിരിക്കും. ശേഷം തിരിച്ച് അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് താമസം മാറ്റുകയും ചെയ്യും. ഇന്ന് അവരുടെ ഭാഷ അറിയുന്ന ഗവൺമെന്റ് ജീവനക്കാരും ഡോക്ടേഴ്സുമെല്ലാം പോലീസിന്റെ സഹായത്തോടു കൂടി അവിടെ സന്ദർശിക്കാറുണ്ട്. അവരുടെ മൂപ്പന്മാരുമായി ഉദ്യോഗസ്ഥർക്ക് ടെലിഫോൺ കോൺടാക്റ്റുകളുമുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാൻ അവരിടക്ക് ചെക്ക് പോസ്റ്റുകൾ വരാറുണ്ടത്രേ. മാത്രവുമല്ല, GB ബന്ദ് ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ടി മാത്രമായി ഒരു വാർഡ് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ തീരാത്ത അത്ഭുതകരമായ കഥകളുണ്ട് ഇവരെ കുറിച്ച് പറയാൻ. മറ്റൊരു വീഡിയോയിൽ കാണാം.